പ്രശ്നം പരിഹരിക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ നന്ദി ശ്രീ പ്രജേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. തങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ, അതിൽ സർക്കാരിന്റെ അനുഭാവപൂർണമായ ഒരു സമീപനമാണ് തിയേറ്റർ ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. സംഘടനകൾ യോഗം ചേർന്നായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുക. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളെ കാണുകയാണ്. അതിന് തത്സമയ സംരക്ഷണത്തിലേക്ക്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് ബാധകമാക്കുക എന്ന ബോധപൂർവമായ തന്ത്രമാണ്. രണ്ട് വളരെ പ്രധാനപ്പെട്ടത് ആത്മഹത്യയെ സംബന്ധിച്ചുള്ള സംശയം തൊഴിലാളികൾക്കുണ്ട്. അത് പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കതിലൊന്നും ഒരു തർക്കവുമില്ല. പോലീസ് പരിശോധിക്കട്ടെ, ആത്മഹത്യയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹ മരണമാണോ എന്നത് പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയേറെ സെക്യൂരിറ്റി ഉള്ള ഈ കമ്പനിയിൽ, നല്ല സെക്യൂരിറ്റി സംവിധാനമുള്ള ഈ കമ്പനിയിൽ രാത്രിയിൽ എങ്ങനെ ഈ തൊഴിലാളി അകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്തു? അങ്ങനെയാണെങ്കിൽ പോലും കമ്പനി മാനേജ്മെന്റ് ബാധ്യതയില്ലേ? ഇത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള, അടവുള്ള, ഗേറ്റുള്ള ഈ ഗേറ്റ് ചാടിക്കടന്നൊരു തൊഴിലാളി അകത്ത് കടന്ന് ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദി കമ്പനി മാനേജ്മെന്റ് ആണ്. പിന്നെന്ത് സെക്യൂരിറ്റി സംവിധാനം? അപ്പോ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മാനേജ്മെന്റിനെതിരായി കേസെടുക്കണം. അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഒന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് ഈ സ്ഥാപനം. ഈ മരണപ്പെട്ടത് ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു തൊഴിലാളിയാണ്. ആ തൊഴിലാളി എല്ലാ ദിവസവും ഈ സമര കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരുന്ന സജീവമായി നിന്നൊരു തൊഴിലാളി പ്രവർത്തകനാണ്. അതുകൊണ്ട് ആ തൊഴിലാളിയുടെ കുടുംബത്തിന് തൊഴിലും മെച്ചപ്പെട്ട ആശ്വാസ ധനസഹായവും നൽകി ആ തൊഴിലാളിയുടെ കുടുംബത്തെ സംരക്ഷിക്കണം. ഒന്ന്. രണ്ട്, ഈ കമ്പനി അടിയന്തരമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. മൂന്ന്, അതിന് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തോന്നയ്ക്കൽ പ്ലാന്റ് ഉൾപ്പെടെ, ഈ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ബദൽ സംവിധാനത്തിന് തയ്യാറാകണം. ഈ ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിനാണ് ഞങ്ങൾ നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വരട്ടെ, ജില്ലാ കളക്ടർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കട്ടെ. ഈ കുടുംബത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്താൻ, ഈ വ്യവസായ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ബദൽ സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. ഈ ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഞാൻ ന്യായമായും സംശയിക്കുന്നു, ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ വ്യവസായ സ്ഥാപനം ഒരു കാരണവും കൂടാതെ ഏകപക്ഷീയമായ ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. ഈ കമ്പനി അടച്ചുപൂട്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമുണ്ട്. അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റും ഇത്രയും ധിക്കാരം, ഇത്രയും ധാർഷ്ട്യം കാണിക്കില്ല. ആ ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നല്ല പിന്തുണയും ഒത്താശയും ഈ കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയിൽ ജീവനക്കാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ അവിടെ സ്ഥലം സന്ദർശിച്ച ശേഷം NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കുടുംബത്തിന് ധനസഹായം നൽകണം, ജോലി നൽകണം. ഇക്കാര്യത്തിൽ കമ്പനി അടച്ചുപൂട്ടാനിടയായ സാഹചര്യത്തിലുള്ള ചില സംശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പോൾ VS അനു അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനു, 7 മാസമായി കോവിഡ് സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ കമ്പനി പൂട്ടിക്കിടക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ ആത്മഹത്യ എന്നാണ് കരുതുന്നത്. പോലീസ് നൽകുന്ന വിവരം എന്താണ്? അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. മൃതദേഹം കളക്ടർ എത്തിയതിനു ശേഷമേ മാറ്റാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായും രേണുക, കഴിഞ്ഞ 140 ദിവസമായി ഈ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. തുടർന്നാണ് ഇതിലെ കയറ്റിറക്ക് തൊഴിലാളിയായിട്ടുള്ള പ്രബുലൻ ഇന്ന് കമ്പനി കോമ്പൗണ്ടിനുള്ളിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കാണപ്പെടുന്നത്. അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏറ്റവും പ്രധാനം തൊഴിലാളികളുടെ ആവശ്യം ഈ കമ്പനി ഇങ്ങനെ പൂട്ടിയതിലും അതുപോലെ തന്നെ പിന്നെ തുടർന്ന് പ്രവർത്തിക്കാത്തതിലും മാനേജ്മെന്റിന്റെ കടുത്ത അനാസ്ഥയാണ്. ഇത് മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം, ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം മാറ്റണമെങ്കിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് തങ്ങൾക്ക് ഉറപ്പ് നൽകണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇവിടെ രാവിലെയാണ് പ്രബുലന്റെ മൃതദേഹം കമ്പനി കോമ്പൗണ്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവിടെ ഇപ്പോഴും മാനേജ്മെന്റ് ഉത്തരവാദപ്പെട്ട മാനേജ്മെന്റ് ശ്യാമൊന്നു മഹേഷ് ഒന്നു
അവരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം. അവർ വന്നിട്ട് മാത്രം ഇത് ഇങ്ങോട്ട് അത് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ കളക്ടർ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ പോലീസ് മേധാവിയിൽ അകപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഓർഡർ ചെയ്യണം. അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇവിടുത്തെ ജീവനക്കാരനാണ്. ജീവനക്കാരുടെ പ്രതിഷേധം ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തുന്നുണ്ട്. കളക്ടർ ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണം. കാരണം 140 ദിവസമായി കമ്പനി പൂട്ടിക്കിടക്കുകയാണ്. പട്ടിണി സഹിക്കാൻ വയ്യാതെയാണ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് നേരത്തെ സഹപ്രവർത്തകരടക്കം ആരോപിച്ചത്. ഏതായാലും MP NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ വിവിധ തൊഴിലാളി നേതാക്കളും സംഘടനാ പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും ഇതുവരെ എത്താത്തതിലും ജീവനക്കാരുടെ പ്രതിഷേധമുണ്ട്. രേണുക, ഏതായാലും രാവിലെയാണ് പ്രബുലന്റെ മൃതദേഹം കമ്പനി കോമ്പൗണ്ടുകളിൽ കണ്ടെത്തുന്നത്. അതോടുകൂടി തന്നെ ജീവനക്കാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ശരി, VS അനുവാണ് സംഭവസ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കും.